നമ്മുടെ മുൻഗാമികൾ തെറ്റുകളെ പേടിച്ചത് എന്തിനാ? ഇതിലായിട്ട് ഞാൻ മരിച്ചു പോവോ, അതുകൊണ്ടാണ്. അങ്ങനെ പേടിക്കുന്നവരാണ് എന്നെന്നും തെറ്റിന്ന് മാറിയിക്കാൻ കഴിയുക. അതിലായിട്ടെങ്ങാനും ഞാൻ മരിച്ചു പോയാൽ അഊദുബില്ലാ, എന്തായിരിക്കും എൻ്റെ അവസ്ഥ? ഈമാനില്ലാതെയാണല്ലോ ചത്തുപോവുക എന്ന് പേടിച്ചിരുന്നു സലഫുകൾ, നമ്മുടെ മുൻഗാമികൾ. അതുകൊണ്ട് എപ്പോഴും ഖൈറിലായിരിക്കാൻ മരിക്കാൻ അവർ ദുആ ചെയ്തിരുന്നു. അവർക്ക് അങ്ങനത്തെ മരണം അല്ലാഹു കൊടുത്തിരുന്നു. അബൂ സുർഅത്തുർ റാസി റഹിമഹുല്ലാഹ്, അത്ഭുതകരമാണ് അദ്ദേഹത്തിന്റെ കാര്യം. അബൂ സുർഅത്തുർ റാസി വലിയ മുഹദ്ദിസാണ്, ഇമാം അഹ്മദിന്റെ ഒക്കെ കാലത്ത് ജീവിച്ച ആളാണ്. അദ്ദേഹം അവസാന കാലത്ത് മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ 2 ശിഷ്യന്മാർ പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുക്കാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, നമ്മളെങ്ങനെ ഉസ്താദിനോട് അത് പറയാം, അവർക്ക് മടിയാവും, ഉസ്താദിനോട് അത് ഉണർത്താൻ ലജ്ജ തോന്നും. അപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ആ ഹദീസ് പറയാം. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടേതാണ് അവസാനത്തെ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയത്, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിലാണ്. എന്നിട്ട് ഈ 2 ശിഷ്യന്മാർ ഇദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് അതിന്റെ സനദ് പറഞ്ഞു. അൻ ഫുലാൻ, ഇന്ന ആളിൽ നിന്ന്, അൻ ഫുലാൻ, ഇന്ന ആളിൽ നിന്ന്. അപ്പൊ കിടക്കുന്ന ഷെയ്ഖ് ബാക്കി സനദ് പറയാൻ തുടങ്ങി. അൻ ഫുലാൻ അൻ ഫുലാൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് അദ്ദേഹം വഫാത്തായി. അവസാനത്തെ കലിമ എന്തായി? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായി. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിലുള്ളത്, അദ്ദേഹം അവസാനം സൂറത്തു ഖമറിലെ അവസാനത്തെ ആയത്ത് ഓതിയിട്ടാണ് മരണപ്പെട്ടത്. ജയിലിൽ കിടന്നിട്ടായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുല്ലാഹ് മരണപ്പെട്ടത്, സിറിയയിലെ ജയിലിൽ കിടന്നിട്ട്. അതേ ജയിലിൽ ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം കിടന്നിട്ടുണ്ട്. ഒന്നും നാട്ടിൽ കുഴപ്പമുണ്ടാക്കിയിട്ടല്ല, ബോംബ് പൊട്ടിക്കാൻ പോയിട്ടല്ല, പിന്നെ തെറ്റിദ്ധാരണകളുടെ പേരിൽ, ജസാഹുമുല്ലാഹു ഖൈറൻ റഹിമഹുമുല്ലാഹ്, തെറ്റിദ്ധാരണകളുടെ പേരിൽ അവർ ഷെയ്ഖുൽ ഇസ്ലാം കിടന്ന അതേ ജയിലിൽ അദ്ദേഹം കിടന്നു എന്നാണ്. അങ്ങനെ ഷെയ്ഖുൽ ഇസ്ലാം അവിടെ നിന്നാണ് മരണപ്പെടുന്നത്. സൂറത്തുൽ ഖമറിൽ അവസാനത്തെ ആയത്ത് അദ്ദേഹം ഓതിയിട്ടാണ് മരിച്ചതെന്നാണ്. ഫീ മഖാദി സിദ്ഖിൻ ഇൻദ മലീകിൻ മുഖ്തദിർ. സുറാറത്ത് ഇബ്നു ഔഫ, ഒരു താബിഈയുടെ കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞില്ലേ, മഗ്രിബിൽ നിസ്കാരത്തിന് ഇമാമത്ത് നിന്നുകൊണ്ടിരിക്കെ ഫൈദാ നുഖിറ ഫിന്നാഖൂർ ഫദാലിക യൗമഇദി യൗമുൻ അസീർ എന്ന ആയത്ത് ഓതി ഒച്ചയിട്ടു. ഒരു പ്രത്യേക ശബ്ദം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നു, അവിടെ തന്നെ മരിച്ചു പോന്നു. അപ്പൊ ഇങ്ങനെ നല്ല അമൽ ചെയ്ത് മരിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. അള്ളാഹു നമുക്ക് ഏവർക്കും ഹുസ്നുൽ ഖാത്തിമ നൽകുമാറാകട്ടെ.